Dear students, നമ്മുടെ ക്ലാസ് തുടരുകയാണ്. Next we have to study the role of capital and its importance in economic development. So for the economic development of a country, we need more and more capital. So capital plays a very important role in economic development of a country. When we trace the story of mankind, it is noticed that man has always been assisted by capital in all stages of human progress and development. അതായത് സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തപ്പോൾ ആദ്യ കാലഘട്ടം മുതൽ നമുക്കറിയാൻ പറ്റും ക്യാപിറ്റൽ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എനി സിവിലൈസേഷൻ ഓർ എനി കൺട്രി. ഏത് രാജ്യത്തിൻ്റെയോ ഏത് സംസ്കാരത്തിൻ്റെയോ പുരോഗതിക്ക് ക്യാപിറ്റൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണുന്നതിന് സാധിക്കും. ഞാൻ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് ദ ഫോളോയിങ് ഈസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി റോൾ ഓഫ് ക്യാപിറ്റൽ ഇൻ എ മോഡേൺ ഇക്കോണമി. മോഡേൺ ഇക്കോണമിയിൽ ക്യാപിറ്റലിൻ്റെ റോൾ എന്താണെന്ന് നമുക്കിനി പറയാം. ഫസ്റ്റ്ലി ഫോർ മേക്കിംഗ് ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത്. ഉയർന്ന ഒരു വളർച്ചാ നിരക്ക് നേടാൻ എപ്പോഴും ക്യാപിറ്റൽ അത്യന്താപേക്ഷിതമാണ്. ദ റേറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി ഈസ് ലിമിറ്റഡ് ബൈ ദി ഷോർട്ടേജ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. പ്രൊഡക്റ്റീവ് റിസോഴ്സസ് വളരെ കുറവാണെങ്കിൽ ആ ഇക്കോണമിയിലെ ഇക്കണോമിക് ഗ്രോത്ത് വളരെ കുറവായിരിക്കും. അക്കോർഡിംഗ് ടു GM Mayer, ഇഫ് എനി വൺ ഓഫ് scarce factor responsible for underdevelopment is to be singled out, it is capital. അതായത് ഏതെങ്കിലും ഒരു ഇക്കോണമിക് അണ്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? അവിടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം കുറവായിരിക്കും. ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം വളരെ കൂടുതലുണ്ടെങ്കിൽ അവിടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും വളരെയധികം കൂടുതലായിരിക്കും. ആൻഡ് ദെയർ ബൈ ദ ഇക്കോണമി ക്യാൻ അറ്റൈൻ ഹൈ റേറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇറ്റ് മസ്റ്റ് ഡിസൈൻ ദി മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് ഓപ്റ്റിമം റേറ്റ് ഓഫ് ക്യാപിറ്റൽ അക്യൂമുലേഷൻ. അതായത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഓപ്റ്റിമം ആയിട്ടുള്ള ക്യാപിറ്റൽ അക്യൂമുലേഷൻ അവിടെ പോസിബിൾ ആക്കുകയും അതുവഴി ആ ഇക്കോണമിക്ക് കൂടുതൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നേടാൻ സാധിക്കുമെന്നുമാണ് ഇക്കോണമിസ്റ്റുകൾ പറയാം. ദ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് റോൾ ഓഫ് ക്യാപിറ്റൽ ഈസ് സ്കിൽ ഫോർമേഷൻ. There are many other vital aspects of economic growth like the availability of entrepreneurial skill, training of workers and public administration, introduction of division of labor and specialization of production, etc. Capital accumulation may be treated as an important or the core process on ദി ആസ്പെക്റ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ആസ്പെക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇൻ കേസ് ഓഫ് ദി സ്കിൽ ഫോർമേഷൻ ഓൾസോ ക്യാപിറ്റൽ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. നെക്സ്റ്റ് വൺ ഈസ് ദ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. An underdeveloped country may have wide range between hidden natural resources like minerals, oil deposits, metals and so on. അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിൽ വളരെയധികം ഹിഡൻ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടാകും. ഇഫ് ദേ ആർ ടു ബി മൊബിലൈസ്ഡ് ഫോർ ദി സ്റ്റഡി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി ദർ ഈസ് എ നീഡ് ഫോർ എക്യുപ്മെൻറ്റ്, മെഷീനറി ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഹിഡൻ ആയിട്ടുള്ള റിസോഴ്സസിനെയൊക്കെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഡൈവേർട്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ അവിടെ പലതരത്തിലുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനങ്ങൾ അത്യന്താപേക്ഷിതമായിട്ട് വരും. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? മൂലധനം വേണം. ദിസ് ടെൽസ് ദ റോൾ ഓഫ് ക്യാപിറ്റൽ ഓൺ ദി മൊബിലൈസേഷൻ ഓഫ് ദി നാച്ചുറൽ റിസോഴ്സസ് ഫോർ റാപ്പിഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് റാപ്പിഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് നാച്ചുറൽ റിസോഴ്സസിനെ മൊബിലൈസ് ചെയ്യണമെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ മെഷീനറീസും എല്ലാ ക്യാപിറ്റൽസും എല്ലാം തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മൊബിലൈസിങ് ദി ഓർ യൂട്ടിലൈസിങ് ദി നാച്ചുറൽ resources. The next important role played by capital is during periods of industrial revolution. There will be tremendous increase in production of the economy passes through industrial revolution. അതായത് വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്തൊക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനൊക്കെ വളരെ അധികമായിട്ട് വർദ്ധിച്ചു. അതിൻ്റെ കാരണം എന്താണ്? ദിസ് നീഡ്സ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് മാൻ പവർ ബൈ മെഷീൻ ഇൻ വേരിയസ് ഫീൽഡ്സ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അതായത് മനുഷ്യൻ നിർമ്മിക്കുന്ന സമയത്ത് എന്തായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക? മെഷീനറീസ് ആയിരിക്കും ഉപയോഗിക്കുക. അതായത് സ്വിങ് മെഷീന്, ഹാർവെസ്റ്റിംഗ് മെഷീന്, ഇങ്ങനെയുള്ള മെഷീനറീസ് എല്ലാം തന്നെ വന്നപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വളരെയധികം ഇൻക്രീസ് ചെയ്തു. എല്ലാ മേഖലകളിലും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള മെഷീനറീസ് അത്യന്താപേക്ഷിതമായിട്ട് വന്നു. ദസ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് എ റിയാലിറ്റി ഓൺലി ഇഫ് ദർ ഈസ് സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ്
ക്യാപിറ്റൽ. സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഇക്കണോമിക് ഡെവലപ്മെൻറ്റും എല്ലാം അറ്റൈൻ ചെയ്യുന്നതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ദ അഗ്രേറിയൻ റവല്യൂഷൻ. ആൻ അണ്ടർഡെവലപ്ഡ് കൺട്രി desirous of steady economic progress should lay a solid foundation of agricultural development. In case of an underdeveloped country, in order to develop the economy from this lower level, there is the development of the agricultural sector. അതായത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇക്കോണമിയെ ഡെവലപ്മെൻറ്റിൻ്റെ പാത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ആദ്യമേ അവിടെ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. ദിസ് നീഡ്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് മൾട്ടിപർപ്പസ് ഇറിഗേഷൻ പ്രോജക്റ്റ്, റിക്കാൾമേഷൻ ഓഫ് അരബിൾ വേസ്റ്റ് ലാൻഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് ബെറ്റർ സീഡ്സ് ആൻഡ് മനുവർ, മെക്കനൈസേഷൻ ഓഫ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എക്സെട്ര. ദർ ഷുഡ് ബി എ നമ്പർ ഓഫ് capital based production methods, namely the modernization of agriculture, then mechanization, modernization, the use of modern manure, fertilizers, seeds, etc. It may act as an important base for the agrarian revolution. അഗ്രിയറിയൻ റവല്യൂഷൻ്റെ ബേസ് ആയിട്ടാണ് ഇവയെല്ലാം കരുതപ്പെടുക. ഇൻ ദിസ് സിറ്റുവേഷൻ ഓൾസോ അഗ്രികൾച്ചർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. ആൻ അണ്ടർഡെവലപ്ഡ് കൺട്രി നീഡ്സ് എ വെൽ ഡെവലപ്ഡ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോർ ഹെർ റാപ്പിഡ് ഇക്കണോമിക് പ്രോഗ്രസ്. ഫോർ ദിസ് ദർ ഈസ് ദ ഗ്രേറ്റർ യൂസ് ഓഫ് ക്യാപിറ്റൽ. അപ്പം ഒരു അണ്ടർഡെവലപ്ഡ് കൺട്രിയെ ഡെവലപ്മെൻറ്റിൻ്റെ പാത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദർ ഷുഡ് ബി എ ബെറ്റർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, അല്ലേ? ക്യാപിറ്റൽ ഹാസ് ടു പ്ലേ എ വൈറ്റൽ റോൾ ആൻഡ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ബിക്കംസ് ഇനവിറ്റബിൾ ഫോർ ദിസ്. ബെറ്റർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒരു ഇക്കോണമിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ക്യാപിറ്റലിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഫോർമേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. Another role of capital is that it gives employment to the people at 2 stages. അതായത് ജനങ്ങൾക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രൊമോഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റിന് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഘടകമാണ് മോർ ആൻഡ് മോർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇങ്ങനെ കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്കും എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ ഉൽപ്പാദനം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും സാധിക്കും. ഇൻ ദീസ് 2 സിറ്റുവേഷൻസ് ക്യാപിറ്റൽ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. നെക്സ്റ്റ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ ട്രാൻസ്ലേറ്റ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ ടു റിയാലിറ്റി. അതായത് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനെ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു വാസ്തവികമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ എന്ത് വേണം? ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടായിരിക്കണം. Capital plays an important role in translating technological progress into reality and in accelerating the economic progress of the country. ഒരു ഇക്കോണമിയുടെ ഇക്കണോമിക് പ്രോഗ്രസ്സിനെ ആക്സിലറേറ്റ് ചെയ്യാൻ, വാട്ട് യു മീൻ ബൈ ആക്സിലറേറ്റ്, വളരെ സ്പീഡപ്പ് ആക്കാനായിട്ടും അവിടെ ഇക്കണോമിക് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടായിരിക്കണം. ഇൻ ദിസ് സിറ്റുവേഷൻ ഓൾസോ ടെക്നോളജി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ദെൻ നെക്സ്റ്റ് വൺ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. Capital accumulation enables the organizations of production on a large scale. വൻതോതിലുള്ള ഉൽപ്പാദനം നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? മൂലധനം വളരെ അധികമായിട്ട് ഉണ്ടാവണം. കൂടുതൽ മൂലധനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ലാർജർ എമൗണ്ട് പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ക്രിയേഷൻ ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഈസ് പോസിബിൾ ഓൺലി ത്രൂ ദ ഡെവലപ്മെൻറ്റ് ഓഫ് capital or more and more use of capital. Next one, increase in the speed of production. With the use of capital in production, the speed of production will increase. നമ്മൾ കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പീഡ് ഓഫ് പ്രൊഡക്ഷൻ ഓൾസോ വിൽ ഇൻക്രീസ്. ദ ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് economy is mainly due to the extensive use of capital. We know that in United States of America, they widely use more and more levels of capital, and it is an important factor behind the economic development of that country. Next one, rise and the standard of living of the people. Capital formation together with the improvement in the methods of production will lead to an increase in the national per capita income. Consequently, the standard of living of the people also will increase. അതായത് per capita income വർദ്ധിക്കുന്നതിനും അതുവഴി ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനുമെല്ലാം ഈ ക്യാപിറ്റൽ വളരെയധികം സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്,
important factor is the less dependence on foreign capital. In an underdeveloped country, proper capital formation enables it to attain self-sufficiency in the matter of capital. ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ ഒരു രാജ്യത്തിന് സെൽഫ് സഫിഷ്യൻസി നേടുന്നതിനും വിദേശ രാജ്യങ്ങളെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നതിനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ കൺട്രി ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ദി ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ വിച്ച് ഈസ് നോർമലി വെരി എക്സ്പെൻസീവ്. ഫോറിൻ ക്യാപിറ്റൽ നോർമലി വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ ഓൾസോ ലീഡ്സ് ടു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദാറ്റ് country. Thus, we can say that capital plays a very important role in economic development. Capital plays a very significant role in the economic development of the modern economies and also their production, their employment, etc. Capital oils and wheels of the productive machine. In the words of King Berger, capital is the key to industrial progress. ബർഗറിൻ്റെ അഭിപ്രായത്തിൽ ക്യാപിറ്റലാണ് ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്സിൻ്റെ കീ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഈസ് ദ കീ ടു ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്. ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്സിൻ്റെ കീ ആയിട്ടാണ് ക്യാപിറ്റൽ കരുതപ്പെടുക. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കുറേ റോളുകളാണ് ക്യാപിറ്റലിന് ഏതൊരു ഇക്കോണമിയിലും പെർഫോം ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് റോൾ ഓഫ് ക്യാപിറ്റൽ ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യാൻ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ഫസ്റ്റ് വൺ ഈസ് ദ ക്യാപിറ്റൽ, സെക്കൻഡ് വൺ ഈസ് ദ ടെക്നോളജി, തേർഡ് വൺ ഈസ് ദ ചോയ്സ് ഓഫ് ടെക്നിക് അല്ലേ. നമ്മൾ ക്യാപിറ്റൽ പഠിച്ചു, ഇനി നമുക്ക് ടെക്നോളജിയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്തവരെടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ നോട്ട്സ് കൂടി എനിക്ക് അയച്ചു തരണം കേട്ടോ. നോട്ട്സ് അയച്ചു തരിക. ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ തന്നെ സെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഉടനെ തന്നെ ഈ സെമ്മ് തീർന്നിട്ട് അടുത്ത സെമ്മിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. നന്നായിട്ട് എല്ലാവരും നോട്ട്സ് എഴുതി അയച്ചു തരിക. ഓക്കെ, താങ്ക് യു.